students, our next chapter is मुर्की उर्फ बुलाकी। हमारे समाज की बहुत सारी स्त्रियां ज़िंदगी के विभिन्न मोड़ों पर निरालंब जीवन जीने के लिए विवश बन जाती हैं। ऐसी एक नारी की कहानी पढ़ें। देखिए, माँ, मुर्की का ब्याह कब हुआ था? मैंने तो कभी उसके पति को देखा नहीं। लेटा हुआ कुमार चौंक कर बैठ गया और कहने लगा, मैं तो जब से पैदा हुआ हूँ मुर्की को यही देखा है। अपने घर इसी पिछली कोठरी में। उस अभागी का भी ब्याह हुआ था तो छोटा सा था, 4 വർഷ का। നമ്മുടെ ലേഖകൻ തൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, മാ മുർക്കി ക ബ്യാഹ് കബ് ഹുവാത്ത. അമ്മ, മുർക്കിയുടെ വിവാഹം എപ്പോഴാണ് നടന്നിട്ടുള്ളത്? മുർക്കി എന്ന് പറയുന്നത് നമ്മുടെ ലേഖകൻ്റെ വീട്ടിലുള്ള സെർവൻ്റാണ്. ഈ ലേഡി, അതായത് ആ വീട്ടിലുള്ള അമ്മ, ഈ പണിക്ക് നിന്നിരുന്ന പെൺകുട്ടിയെ, സെർവൻറ്റിനെ മുർക്കി എന്നും ബുലാക്കി എന്നുമാണ് വിളിച്ചിരുന്നത്. മൂക്കുത്തി എന്നും ഇയർ റിങ് കമ്മൽ, ഇതാണ് അവർ വിളിച്ചിരുന്ന, ഒരു വിളിപ്പേരായിട്ട് അവർ വിളിച്ചിരുന്നതാണ് മുർക്കി എന്ന്. അപ്പോൾ അദ്ദേഹം ചോദിച്ചതെന്ന് എന്താ വെച്ചാൽ, എപ്പോഴാണ് അവളുടെ വിവാഹം സംഭവിച്ചിട്ടുള്ളത്? ഞാൻ അവളുടെ ഭർത്താവിനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഞാൻ അവളെ നമ്മുടെ വീട്ടിൽ ഈ മുറിയിൽ കാണാറുണ്ട്. വളരെയധികം ആകാംക്ഷയോടുകൂടിയാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ അമ്മ അതിനായിട്ട് ഉത്തരം പറയുകയാണ്, ഉസ് അബാഗി ഖാബി ബ്യാഹ് ഹുവാത്ത തു ചോട്ടാ സാത്ത 4 വർഷ ക. ഏകദേശം 4 വയസ്സ് പ്രായമായപ്പോഴാണ് അവളുടെ വിവാഹം കഴിഞ്ഞിരുന്നത്. और वो ससुराल गई थी. എന്നിട്ട് അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. സസുരാൽ, ഭർതൃഗൃഹം, ഹസ്ബൻഡിൻ്റെ വീട്. സസുരാൽ കഹാം തന്ന കോയി ജന്മനെ വാല और कोई സഹജനെ വാല. സസുരാൽ എവിടെയാണ് അവൾക്ക് ഭർതൃഗൃഹമുള്ളത്? അവനെ വളർത്തിയവരോ അല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കളോ ഒന്നും അവനില്ലായിരുന്നു. മാം മുझे സാരി ബാത് സുന. ഇദ്ദേഹത്തിന് അവളുടെ കുറിച്ചിട്ടുള്ള, മുർക്കിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് അദ്ദേഹം അവളെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പറയൂ എന്നാണ് അമ്മയോട് ആവശ്യപ്പെട്ടത്. इसका बाप हमारे घर का बहुत पुराना नौकर था. അവളുടെ അച്ഛൻ നമ്മുടെ വീട്ടിലെ പഴയ സെർവൻ്റായിരുന്നു. तो जब पैदा हुआ उसने मेरे आगे विनती की, गांव में उसकी स्त्री मर गई है और उसकी लड़की वही चाचा के पास अकेली रहती. अगर मैं मान जाऊँ तो वह अपनी लड़की को यहाँ ले आए. वह मुझे खिलाया करेगी और रोटी, और वह तुझे खिलाया करेगी और रोटी का लिया करेगी. इसका बाप, അതായത് മുർക്കിയുടെ അച്ഛൻ നമ്മുടെ വീട്ടിലെ പഴയ സെർവൻ്റായിരുന്നു. തുജെ പൈദാ ഹുവ, നീ ജനിച്ചതിന് ശേഷം, ഉസ്നെ മേരെ ആകെ വിൻതിക്ക്, അദ്ദേഹം വന്നിട്ട്, സെർവൻ്റായ മുർക്കിയുടെ അച്ഛൻ വന്നിട്ട് എന്നോട് അപേക്ഷിച്ചു. എന്താണ് അപേക്ഷിച്ചത്? ഗാവ് മേം ഉസ്കി സ്ത്രീ മർ ഗയി ഹെ, ഗ്രാമത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോയിരിക്കുന്നു. ആർ ഉസ്കി ലടുക്കി, അദ്ദേഹത്തിന് മകളുണ്ട്. ആ മകളെ ചാച്ചാക്കെ പാസ്, ചെറിയച്ഛൻ്റെ അടുത്ത് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അഗർ മേ മാൻ ജാവൂൻ തോ, ഞാൻ സമ്മതിക്കുമെങ്കിൽ വോ അപ്പനി ലടുക്കി കോ യഹാം ലേ ആയേ, അദ്ദേഹത്തിൻ്റെ മകളെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്നാണ് ചോദിച്ചു വന്നത്. വ തുജെ കിലായ കരേങ്കി ആ റോട്ടി ഖാ ലിയ
കരയുകയും നിന്നെ കളിപ്പിക്കും, നിനക്ക് ഭക്ഷണം തരുമൊക്കെ അവൾ ചെയ്യും എന്ന പ്രതീക്ഷയിൽ. ഫിർ അപ്പോൾ പിന്നീട് എന്താ സംഭവിച്ചത്? मैंने शुक्र किया कि मुझे हाथ का सहारा मिल जाएगा. वह लड़की को गांव से ले आया. मुश्किल से 12 वर्ष की होगी. तब बड़ी मासूम सी मातृहीन मुझे बड़ी भली लगी. जब आई इसने काली सलवार पहन रखी थी. शरीर पर हरे रंग का कुर्ता था. वदन से दुर्बल सी, पर रंग बहुत सफ़ेद. नयन नक्शा भी सुंदर. कानों में चांदी की मुर्कियाँ छल्ले पहने थी और नाक में सोने का छोटा सा बुलाक. मैंने शुक्र किया. ഞാൻ അവളെ കൊണ്ടുവരാനായിട്ട് ഞാൻ അനുമതി നൽകി. എനിക്കൊരു കൈസഹായമാവുമല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. വ ലഡ്കി കോ ഗാവ് സേ ലേ ആയ. അങ്ങനെ അവളുടെ അച്ഛൻ അവളെ ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. മുഷ്കിൽ സെ 12 വർഷ കി ഹോഗി തബ്. ഏകദേശം അവൾക്കൊരു 12 വയസ്സ് പ്രായം മാത്രമേ തോന്നിക്കുള്ളൂ. അത്രയേ ഉള്ളൂ. ബഡി മാസൂം സി മാതൃഹീന, അമ്മയില്ലാത്ത നിഷ്കളങ്കയായ ഒരു കുട്ടി. മുജെ ബഡി ഭലി ലഗി, എനിക്ക് അവളോട് ഭയങ്കര കരുണ തോന്നിച്ചു, കൈൻഡ്നെസ് തോന്നിച്ചു. ജബായി ഇസ്നെ കാലി സൽവാർ പഹൻ റക്കി തി. അപ്പോൾ അവൾ വന്ന സമയത്ത് ഒരു ബ്ലാക്ക് കളറുള്ള സൽവാറാണ് ധരിച്ചിരുന്നത്. शरीर पर हरे रंग का कुर्ता था. ഒരു യെല്ലോ കളറുള്ള ഒരു കുർത്തയും. ബദൻ സെ ദുർബൽ സി, മുഖമൊക്കെ വളരെ വാടി ക്ഷീണിച്ചത്. പർ രംഗ് ബഹുത് സഫേദ്, പക്ഷെ അവൾ നല്ല വെളുത്ത കുട്ടിയായിരുന്നു. നയൻ നക്ഷ ബി സുന്ദർ, അവളുടെ കണ്ണുകൾക്കൊക്കെ വളരെ മനോഹാരിത തോന്നിച്ചു. കാനോമേ ചാന്ദിക്ക് മുർക്കിയാം ചല്ലെ പഹനീത്തി. ചെവിയിൽ വെള്ളിയുടെ ഒരു ചെറിയ കമ്മലാണ് അവൾ ധരിച്ചിരുന്നത്. और नाक में सोने का छोटा सा बुलाक. മൂക്കിൽ ചെറിയൊരു മൂക്കുത്തി, ഇത് ഗോൾഡിൻ്റെയാണ്. ഇതൊക്കെയായിരുന്നു അവൾ വന്ന സമയത്തിലുള്ള അവളുടെ വേഷം. ഫിർ കുമാറിനെ ഉത്സുകദാസെ പൂച്ച, നമ്മുടെ ലേഖകനായുള്ള കുമാർ ചോദിക്കുകയാണ് പിന്നീട് എന്താ സംഭവിച്ചത് എന്നിട്ടോ. മുझे तो वह अपने हाथ से नहीं खिलाती थी, अपनी जान से खिलाती थी. നിന്നെ അവൾ ഭക്ഷണം കഴിപ്പിച്ചിരുന്നു ശരിക്കും കൈകൾ കൊണ്ടല്ല, അവളുടെ മനസ്സുകൊണ്ട് തന്നെയാണ്. അത്രയും നന്നായിട്ട് അവൾ നിന്നെ കെയർ ചെയ്തു. तो उसका पीछा नहीं छोड़ता था. അവൾ നിൻ്റെ പുറകിൽ നിന്ന് വന്നില്ല, അത്രയും നിന്നെ അവൾ അത്രയും കെയർ ചെയ്തിരുന്നു. कभी तो उसकी मुर्गियों को मुट्ठी भर लेता था और कभी उछल कर उसके बुलाक को पकड़ता था. നീ അവളുടെ കമ്മലുകളിൽ പിടിച്ചു വലിക്കുകയും അവളുടെ മൂക്കുത്തിയിൽ പിടിച്ച് പറിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. मैं प्यार से कभी उसको मुर्गी बुलाती थी, कभी बुलाकी. ഞാൻ ചില സമയത്ത് സ്നേഹം തോന്നുമ്പോൾ തന്നെ അവളെ മുർക്കി എന്നും ബുലാക്കി എന്നും വിളിക്കുമായിരുന്നു. മാ ഈ മുർക്കി ഓർ ബുലാക്കി നാം തൂനെ രഖേത്തെ. കുമാറിന് സംശയം, ഈ മുർക്കി എന്നും ബുലാക്കി എന്നുള്ള പേര് അമ്മയാണോ അവൾക്ക് നൽകിയത്? ഓക്കെ, read this chapter.